അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തേജസ്വി യാദവ് ഒരു സമയത്ത് പറഞ്ഞത് നിങ്ങൾ കാത്തിരുന്ന് കാണൂ, ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരമധ്യേ സൂചിപ്പിച്ചു ഒരേ വിമാനത്തിൽ യാത്ര ചെയ്ത നിതീഷ് കുമാറിനെയും തേജസ്വി യാദവിനെയും കുറിച്ച്. അപ്പോൾ നിതീഷും ചന്ദ്രബാബു നായിഡുവുമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരണത്തിന് സാഹചര്യമൊരുങ്ങുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചത് ഇന്ത്യൻ ജനത എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചു എന്നാണ്. ശിവശങ്കരൻ പക്ഷേ ആ ഒരുവനെ നനച്ചിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് തോന്നിപ്പോയി. കുഴപ്പമില്ല, ഇപ്പം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അധ്യാപകരായിട്ടുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പൾ രാഹുൽ ഗാന്ധിയാണെന്ന് അങ്ങ് ശിവശങ്കരൻ കൂട്ടിക്കോ, പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. നിങ്ങൾ പപ്പു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നവനല്ലേ. ഇപ്പം എന്തായാലും അത്യാവശ്യം പപ്പു ഒന്നും അല്ലാന്ന് ഇപ്പം വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, ആ നാക്ക് പൊങ്ങുന്നില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ആദ്യത്തില്ല ജാതി സെൻസസ് വേണമെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ എഗ്രി ചെയ്യുന്ന പറഞ്ഞത്. ശ്രീ ശിവശങ്കരനും BJP-യുടെ പ്രതിനിധികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത് എന്തിനോടാണ് ഉപമിച്ചിരുന്നത്? എന്താ പറയുന്നത്? ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗമാണ്. ഈ രാജ്യത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജാതീയതയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ നോക്കുന്നു എന്നല്ലേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഞങ്ങൾ വേണമെങ്കിൽ ജാതി സെൻസസിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമെന്ന് പറയാൻ? ഇവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അധികാരത്തും കൂടി വരുമ്പോൾ ഇവർക്ക് ഒരു ഉളുപ്പുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു PDP ആയിട്ട് സഖ്യകക്ഷി ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. PDP സഖ്യകക്ഷി മാത്രമല്ല, അവിടെ സജ്ജാദ് ലോഡ് എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു. ആ സജ്ജാദ് ലോഡ് എന്ന് പറയുന്ന ആള് പേര് കേട്ടതെന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞ ആളാണ് സജ്ജാദ് ലോഡ്. PDP-യുമായിട്ട് മുന്നണി ഉണ്ടാക്കി അവിടെ പോയി ഭരിക്കാൻ പോയപ്പോൾ ഈ സജ്ജാദ് ലോഡിനെ കൂടി മന്ത്രിയാക്കിയ പാർട്ടിയാണ് BJP. ചരിത്രമുണ്ട്. 40കളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭയും അന്നത്തെ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ് ആയിട്ട് ചേർന്ന് സിന്ധിലും പഞ്ചാബിലും നോർത്ത് വെസ്റ്റ് ഫ്രണ്ടർ പ്രൊവിൻസിലും എല്ലാം ഭരിച്ച പാർട്ടി നിങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് ചെയ്യാൻ യാതൊരു മടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന രീതിയിൽ നടത്താനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ല. അതാണ് പ്രശ്നം. കാരണം നേരത്തെ ഉമ്മറപ്പടിയിലിരുന്ന് കാലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ വരാനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം എന്താ അറിയോ? നിങ്ങളുടെ കയ്യിൽ അധികാരത്തിന്റെ ദണ്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ ഗോപീഷ്ണ? കേൾക്കുന്നുണ്ട്, പറയൂ. ഓക്കെ ഒരു ഡിസ്റ്റർബൻസ് അതിനിടയ്ക്ക് വന്നതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ അധികാരത്തിന്റെ ദണ്ടുണ്ടായിരുന്നു. ആ അധികാരത്തിന്റെ ദണ്ട് മുഴുവൻ എടുത്തു കളഞ്ഞു ജനം. എന്നിട്ട് ഇന്ന് അവിടെ ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് സംഭാഷണത്തിന്റെയും പുതിയ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു തുടങ്ങി. അവിടെയാണ് പുതിയ രാഷ്ട്രീയം, സംഭാഷണത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ DMK ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ അധികാരത്തിന്റെ സർവാധിക ഉത്തുംഗ ശൃംഗത്തിൽ ഇരുന്നപ്പോ പോലും 43 സീറ്റും 52 സീറ്റുമുള്ള കോൺഗ്രസിനെ വിട്ടുപോകാത്ത പാർട്ട്ണറാണ് DMK-യും അതുപോലെ തന്നെ NCP ഒക്കെ ഉൾപ്പെടെ, അത് തേജസ്വി യാദവ് ഒക്കെ ഉൾപ്പെടെയുള്ളത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ആ മോഹമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാ, ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതിനെ മുഴുവൻ അവർക്ക് തെറ്റായി പോയി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗോപീഷ്ണൻ, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇവർ വിചാരിച്ചത് ഈ രാജ്യം നരേന്ദ്രമോദിയിലേക്കും BJP-യിലേക്കും എത്തിയത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മാത്രം ഫലം കൊണ്ടാണെന്നാണ്. ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടണമെങ്കിൽ മിനിമം 10 വർഷം ഭരിക്കണം. അതിന് ഞാൻ 2004-ഉം 2009-ഉം കോട്ടിയിട്ടുണ്ട്. 2014-ഉം 2019-ഉം ഉണ്ടത് ആ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നതാണ്. ആദ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഫലം ലഭിക്കുമെന്ന് വിചാരിച്ചും അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ച് 2019-ൽ വോട്ട് ചെയ്തു. പക്ഷെ 2024-ൽ എത്തിയപ്പോൾ അവർ മനസ്സിലാക്കി ഇതൊന്നും ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, അഗ്നിവീർ ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, എന്താ പറയാ ഗ്യാസിന്റെ ഇത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു സർക്കാർ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ച. അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യ കൂട്ടായ്മയ്ക്ക്
ഇപ്പോൾ ഈ നിതീഷും ചന്ദ്രബാബു നായിഡുവുമാണ് അപ്പുറത്ത് നിന്ന് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞങ്ങൾക്കൊരു തിരക്കുമില്ല ഗോപികൃഷ്ണൻ, ഞങ്ങൾക്കൊരു പ്രതീക്ഷ വെക്കണേ, ഞങ്ങൾക്കൊരു തിരക്കുമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി ഈ സ്കൂളിൽ പഠിച്ച് ജയിക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും രാഷ്ട്രീയം പരിശീലിച്ചവരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒക്കെ. ആ ഇതിൽ എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിജയിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. നരേന്ദ്രമോദി എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയവാദി ഈ കാലഘട്ടം ഈ കണ്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദി, ആ വർഗീയവാദി തകർന്ന തരിപ്പണമായി ഇന്ത്യ രാജ്യം കുഴിച്ച കുഴിക്കകത്തേക്ക് വീഴുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചുകൊണ്ട് ആ അധികാരം നുണയണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ തീരുമാനിച്ചത്, ഞങ്ങൾ ഒരു ക്ലെയിമും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഉറപ്പിന്റെ പുറത്താണ് തേജസ്വി യാദവ് പറഞ്ഞത് കാത്തിരുന്ന് കാണൂ, സർക്കാർ രൂപീകരണ സാധ്യതകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന്? അതാ പറഞ്ഞത്, പിക്ചർ അഭി ബാക്കി ഹെ. നരേന്ദ്രമോദി പറഞ്ഞല്ലോ, ട്രെയിലറാണ് സിനിമ വരാൻ പോകുന്നതുള്ളൂ. ട്രെയിലർ തുടങ്ങിയിട്ടേ ഉള്ളൂ, സിനിമ ഇനി വരാൻ കിടക്കുകയാണ്. ശരി, അപ്പൊ ഈ ഏകാധിപതിയെ ഈ നാട് ഇല്ലായ്മ ചെയ്യുന്നത് കാണണം. അതിനുശേഷം നമുക്ക് ആലോചിക്കാം.